ഹലോ ഗൈസ്, സുഖല്ലേ? ഉച്ചക്ക് ഇപ്പൊ ചോറൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചോറ് വയ്ക്കല്ലോ. നല്ല പട്ടാണി റൊട്ടിയുടെ കിട്ടും. ആ റൊട്ടിയും കുറച്ച് ദാലും കൂട്ടിട്ട് തിന്നുമ്പോഴല്ല മജാ മജ. അതും കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണാട്ടാ. ഇതൊരു പഴയ റാസൽ കൈമയാണ്, ഓൾഡ് റാസൽ കൈമ. അപ്പുറത്തുള്ള സെക്യൂരിറ്റി കാവേലം കൊണ്ട് തന്നിട്ടുണ്ട്. അതും കുടിച്ചിട്ട് ഒരു ചോക്ലേറ്റ് തന്നിട്ട് നമുക്ക് പുറത്തൊരാൾ വന്നിട്ട്, ഇതാണ് നമ്മുടെ ചോയ്ത്ര മുതലാളി. ഡയറ്റിങ് കട്ടക്കന്നെ പണ്ട് പാല് കുടിച്ചിരുന്നു പറഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് താങ്ങണില്ല, അതുകൊണ്ട് നിർത്തിയതാണ്. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട്, വെച്ച കാലം മുന്നോട്ട്, ഒരിക്കലും പിന്നോട്ടില്ല. ഇന്ന് നെയ്ച്ചോറാണ്, നല്ല നെയ്ച്ചോറും കോഴിക്കറിയും. എന്ത് നെയ്ച്ചോറായിരുന്നു നമ്മൾ ആ ഡയറ്റിങ് കട്ടക്കന്നെന്നാ പറഞ്ഞത്. പക്ഷെ ചായ കുടിക്കൂട്ട. റൂമിലെത്തിയിട്ട് തത്തിനെടുത്തിട്ട് തൊള്ളിരുത്തി. എന്നിട്ട് നമ്മ നല്ല ഭാഗങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മളെ കാണാൻ 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ. ഇവിടെ തന്നെ റാസൽ കൈമയിൽ മീനിന്റെ ഭയങ്കരമായ ഒരു സ്ഥലം തന്നെ കേട്ടോ. നല്ല ഗ്രില്ലഡ് ഫിഷ് ഓർഡർ ആക്കിയിട്ടുണ്ട്. നല്ല പാങ്ങില് മീനെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മോനെ ഇത് കുറച്ചെടുത്ത് തിന്നുമ്പോണ്ട് എന്ത് പാങ്ങിപ്പോ മാഷാല്ല. മീൻ തിന്നതിൽ എന്തോ ഒരു പാങ്ങിട്ട ഇത്. ആ കുറച്ച് അമ്മൂസിലേക്കുള്ള മുക്കിട്ട് തിന്നുമ്പോണ്ടല്ലോ ആ മജ. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വരുമ്പോണ്ട് വിളിക്കുന്നത് ഞമ്മ എത്തിയിട്ടുണ്ട് റാസൽ കൈമയിലേന്ന്. ഇങ്ങനെയുണ്ട് നമ്മളെ മെസ്സ് ടീം. അങ്ങനെ ഇവരും അടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഫുള്ള് മീനെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. കൊഞ്ചും അതും ഇതും ഒന്നും പറയാ വേണ്ട, പോലീസ് തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് പിന്നെ പതിവ് പോലെ എല്ലാരും കൂട്ടിട്ട് ഞമ്മളങ്ങ് ഊക്കല്. എങ്ങനെയുണ്ട് ഊക്കട്ട് നമ്മ പിന്നെ നിന്ന് കൊടുക്കും, പാവല്ലേ. കുറെ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇറങ്ങിയിട്ടാ. രാവിലെ നല്ല പാങ്ങിൽ പോയി നേടെ മീൻ വാങ്ങാൻ വേണ്ടിട്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഫിഷ് മാർക്കറ്റെല്ലാം. ഫിഷ് എല്ലാം വാങ്ങിയിട്ട് നമ്മളെ കമ്പനീന്റെ സൈഡിൽ തന്നെ കരിയാമിന്റെ ഇലയെല്ലാം ഉണ്ട്. അതും പൊട്ടിച്ചിട്ട് നേരെ റൂമിൽ പോയി. ഞാൻ വാങ്ങിയത് ചെറിയ മത്തിയിട്ടാ. അതിൽ നോക്കുമ്പോ നല്ല എണറലുണ്ട്. ആ മാഷാ അല്ലാഹ്. നിങ്ങളവിടെ എന്ത് പറയലെന്ന് അറിയില്ല കേട്ടോ. നമ്മളവിടെ എണറി നാട്ടാ പറയല്. നല്ല നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ചെറിയൊരു പരിപ്പ് കറി. വാങ്ങിയ മീൻ നല്ല വെളിച്ചെണ്ണയിൽ ചെറുങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. ആ ചെറിയ മത്തി തിന്നുമ്പോ എന്തോ ഒരു മജാനായിരിക്കൂലേ. ആയിരിക്കും. നിഷാദാണെങ്കിൽ ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ലൈമും കുറച്ച് പഞ്ചസാരയും ഉപ്പും മിന്റ് ഇട്ടിട്ട് അടിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ട് മോനെ, സ്വർഗം. ആ ഒരു ജ്യൂസും പിന്നെ അതിന്റെ മുകളിലേക്ക് സോഡ ഒഴിച്ചിട്ട് കുടിക്കുമ്പോ ഉണ്ടല്ലോ ഓ മജ. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ സാധനം. ഇതിന് ആക്കിയതാണോ ഉക്കിയതാണോ എന്നറിയില്ല. ഏതായാലും കൊള്ളാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്കെല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും കുടിച്ചു. അതും കുടിച്ചിട്ട് വേഗം പോയി കുളിച്ച് നിസ്കരിച്ചിട്ട് നമ്മളെ പരിപ്പൊരി നെയ്ച്ചോറും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും കുറച്ച് അച്ചാറും പിന്നെ ആ മീൻ പൊരിച്ചതും എണറും അതെല്ലാം കൂട്ടിട്ട് തിന്നിട്ട് അൽഹംദുലില്ലാ. വൈകുന്നേരമായിട്ടും ഒന്ന് വെറുതെ പുറത്തിറങ്ങിയിട്ട് ഒരു ചായലും കുടിച്ചിട്ട് ഉണങ്ങി ഈത്തപ്പായ മരത്തിനെ നോക്കിയിട്ട് നമ്മാടി ഇരുന്നിട്ടാ. അപ്പൊ ഓക്കെ ബൈ.